ബിഗ് ബോസ് മലയാളം 7ാം സീസണിന്റെ ആദ്യ ആഴ്ച പരാതിപ്പെട്ടി വെച്ച് പണി തന്ന ലാലേട്ടനെയാണ് മത്സരാർത്ഥികൾക്ക് കാണേണ്ടി വന്നത്. രഹസ്യമായി സഹമത്സരാർത്ഥികൾക്കെതിരെ എഴുതിയ പരാതികൾ ലാലേട്ടൻ വായിച്ചു തുടങ്ങിയതോടെ അനുമോളാണ് ഏറ്റവും കൂടുതൽ വിയർത്തുകണ്ടത്. ഏറ്റവും കൂടുതൽ പരാതികൾ വന്നത് അനീഷിനെതിരെയായിരുന്നു. പക്ഷേ എല്ലാം ബൂമറാങ്ങായി തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. എന്നാൽ വേറിട്ടൊരു പരാതി എഴുതി നൽകിയത് ഹൗസിൽ നിന്നും ആദ്യമായി പുറത്തായ മുൻഷി രഞ്ജിത്ത് എഴുതിയതാണ്. ലാലേട്ടനോട് പറയത്തക്ക ഒരു പരാതിയും എനിക്കില്ല എന്നായിരുന്നു രഞ്ജിത്ത് എഴുതിയത്. ലാലേട്ടൻ അതിനെ പ്രകീർത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തിൽ സഹതാരമായ അക്ബർ ഒരു ടാസ്കിനിടെ രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതും വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയായി. എന്നാൽ ലാലേട്ടൻ രേണു തിരിച്ചു വിളിച്ചതിനെ ചോദ്യം ചെയ്തു കണ്ടില്ല. ചില ബിഗ് ബോസ് നിരൂപകർ ഈ ചോദ്യം ഉന്നയിക്കുന്നുമുണ്ട്. വിഷയത്തിൽ അക്ബറിനെ ലാലേട്ടൻ ചോദ്യം ചെയ്തു. എന്നാൽ രേണു തിരിച്ചു അക്ബറിനെ വേട്ടപ്പട്ടി എന്നാണ് വിളിച്ചത്. അത് ശരിക്കും ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല, രേണുസുതി മുൻകൂട്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വന്തം സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ ലാലേട്ടൻ വിമർശിച്ചിരുന്നു. രേണുസുതി ചെയ്തത് തെറ്റാണ്. കൂടാതെ ക്യാമറയിൽ നോക്കി ലാലേട്ടനൊരു മുന്നറിയിപ്പും നൽകി. ഒരുപാട് പേരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാവും. അവരോടാണ് പറയാനുള്ളത്. ഒരു മൈൻഡ് ഗെയിമാണിത്. അത് വളരെ പ്രയാസം നിറഞ്ഞതാണ്. വിനോദമെന്നതിലുപരി ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ്. ഇതൊരു ആകാംക്ഷ നിറഞ്ഞ ഷോയാണ്. അതുകൊണ്ടാണ് പ്രേക്ഷകർ ഇത് കാണാൻ ആഗ്രഹിക്കുന്നതും. അങ്ങനെയുള്ള ഈ ഷോയുടെ കൗതുകം ഇല്ലാതെയാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ലോഗുകളും ചെയ്യാതെ ഇരിക്കുക എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഇപ്പോഴിതാ രേണുവിനെ സഹായിക്കുന്നവരെ കൂടി മോശമായി ചിത്രീകരിക്കാൻ മത്സരം തുടങ്ങി എന്ന് അഭിപ്രായപ്പെട്ട് എഴുത്തുകാരി പ്രഭാരാജ് പള്ളിയിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രഭാരാജിന്റെ പ്രതികരണം. ഫേസ്ബുക്കിൽ ആരുടെയോ ഒരു പോസ്റ്റിന് രേണുസുതിയെ പിന്തുണച്ച് ഞാനൊരു കമന്റ് ഇട്ടിരുന്നു. അത് കണ്ടിട്ട് രേണുസുതിയെ ഞാൻ പിന്തുണയ്ക്കാനുള്ള കാരണം ചോദിച്ചുകൊണ്ട് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടു. അവൾക്ക് കൊടുക്കാനുള്ള മറുപടിയാണ് ഒരു പോസ്റ്റായി ഫേസ്ബുക്കിലിടുന്നത്. എൻ്റെ ആ കമന്റ് പലരിലും സംശയം ജനിപ്പിക്കുന്നുണ്ടായിരിക്കും എന്നത് തന്നെയാണ് കാരണം. രേണുസുതി എന്ന വ്യക്തി ജീവിതത്തിൽ തന്റെ ആഗ്രഹം പോലെ തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഭർത്താവായി ലഭിച്ചു. ഇനിയുള്ള ജീവിതം സുഖമെന്ന് സമാധാനിച്ചിരിക്കുന്ന സമയത്താണ് ഇടിത്തി പോലെ ഒരു യാഥാർത്ഥ്യം സംഭവിച്ചത്. അതിനുശേഷം ജീവിതം കരുപിടിപ്പിക്കാനുള്ള ചിന്തയിൽ അവൾക്ക് താല്പര്യമുള്ള അഭിനയത്തിലേക്ക് തിരിഞ്ഞു. അവൾക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് ചിലർ ആൽബം ഷൂട്ടിങ്ങുമായി അവളെ സഹായിക്കാനൊരുങ്ങി. അപ്പോൾ തുടങ്ങി കുലസ്ത്രീകളുടെ അഭിമാന പ്രശ്നം. അവളെ മാത്രമല്ല, അവളെ സഹായിക്കുന്നവരെ കൂടി മോശമായി ചിത്രീകരിക്കാൻ മത്സരമായി. പ്രഭാരാജ് തുടരുന്നു. ഒരു വിധവ കരഞ്ഞ് ഒരു മൂലയിലിരിക്കേണ്ടവളാണ്. രേണു അന്യപുരുഷന്മാരുടെ കൂടെ പോകുന്നത് എന്തിനാണ്? അവൾക്ക് ഭംഗിയുണ്ടോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ. മഹാത്മാക്കളും കുലസ്ത്രീകളും ഒരു കാര്യം മനസ്സിലാക്കണം. ഭംഗിയൊന്നും ആരുടെയും കഴിവിനേക്കാൾ ലഭിക്കുന്നതല്ല. ഭംഗിക്കുറവ് കഴിവുകേടുമല്ല. എല്ലാ മനുഷ്യർക്കും കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സുന്ദരനെന്നോ സുന്ദരിയെന്നോ തോന്നും. എനിക്ക് പോലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ അങ്ങനെ തോന്നണമെന്നില്ല എന്ന ഒരു സത്യം ആദ്യം മനസ്സിലാക്കൂവെന്നും പ്രഭാരാജ് പറയുന്നു. വായിൽ കോലിട്ടിളക്കി രേണുവിനെ കൊണ്ട് എന്തൊക്കെയോ പറയിക്കാമോ അതൊക്കെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുലസ്ത്രീകളും കുലമഹാത്മാരും. ഇവരുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ജീവിക്കാനായി തത്രപ്പെടുന്ന രേണുവാണ് എനിക്ക് ഹീറോ. രേണു തന്നെ പറയുന്നുണ്ട്, പാപം ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അവർ എന്നെ കല്ലെറിയട്ടെ എന്ന്. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. പാപം ചെയ്യാത്തവരും അഹങ്കാരികളല്ലാത്തവരും എറിയട്ടെ അവർക്ക് നേരെ കല്ലുകൾ. തുരത്തലുകൾക്കിടയിൽ കുറച്ചു കാലമെങ്കിലും ബോസിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ സുഹൃത്തെ എന്നേ എനിക്ക് പറയാനുള്ളൂവെന്നുമാണ് പ്രഭാരാജ് പള്ളിയിൽ കുറിക്കുന്നത്.